നമുക്കൊരു ഡെസ്ക് ഡെക്കോർ കണ്ടാലോ? ഞാൻ മാസത്തിൽ വല്ലപ്പോഴൊക്കെയാണ് എൻ്റെ ഡെസ്ക് ക്ലീൻ ചെയ്യാറുള്ളൂ. ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് വേസ്റ്റ് നിലത്തേക്ക് ഇടും എന്നല്ലാണ്ട് അത് പറക്കി വെക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യലില്ല. അങ്ങനെയാണ് എൻ്റെ ഡെസ്ക് മെസ്സാവാറ് കേട്ടോ. സോ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും ക്ലീൻ ചെയ്യലുണ്ടാവില്ലായിരുന്നു. ആദ്യം തന്നെ എൻ്റെ ഡെസ്കിലുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചു. എൻ്റെ ഓർഗനൈസർ ആയിരുന്നു ഭയങ്കര മെസ്സായി കിടന്നത്. അപ്പോൾ ഫസ്റ്റ് അത് തന്നെ ചെയ്തു. ഞാൻ എൻ്റെ ഓർഗനൈസറിൻ്റെ ഉള്ളിൽ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. പെൻസിൽസൊക്കെ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിലാക്കിയാണ് ഇട്ടത്. അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു കോയിൻ കിട്ടിയായിരുന്നു കേട്ടോ. എപ്പോഴത്തെ കോയിനാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എൻ്റെ കാണാതെ പോയ കത്രികയും എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. തിരിച്ച് ഗ്ലാസ് കയറ്റി വെച്ചപ്പോൾ ചെറിയ ടഫായിരുന്നു, അത് കയറുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പുതിയ ബ്രഷ് പെൻസൊക്കെ വെച്ചു. പക്ഷേ ബ്രഷ് പെൻസ് വെച്ച ക്ലിപ്പ് ഇതിൽ പകുതിയായിട്ടോ കാണണേ. എന്നിട്ട് നമ്മളതിനെ അറ്റത്തേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചു. കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിനായപ്പോൾ 2 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഫോം ഷീറ്റും സിൽക്ക് ഷീറ്റുമാണ് വാങ്ങിച്ചത്. ലാസ്റ്റത്തെ 2 എണ്ണമായിരുന്നു കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. അത് ഓർഗനൈസറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വെച്ച്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലത്തെ ക്രാഫ്റ്റാണ് വെച്ചത്. ഇന്നലെ എനിക്ക് ഉറപ്പില്ല, ഏതൊരു ദിവസം ഉണ്ടാക്കിയിട്ട വീഡിയോയിലത്തെ ആ ഒരു വാൾ ഹാങ്ങിങ് നമ്മൾ ഇതേപോലെ ഡെസ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് നോട്ട് ബുക്സും എൻ്റെ റീഡിങ് ബുക്സൊക്കെ വെച്ചു. ഇത്ര ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വീഡിയോയിൽ കാണാൻ പക്ഷേ ഒട്ടും മെനയില്ല, നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടോ. എനിക്കറിയില്ല, വീഡിയോയുടെ ക്ലാരിറ്റി പ്രശ്നമായിരിക്കാം. പിന്നെ ഞാൻ വരച്ച പിക്ചറും വരച്ച ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ സ്കൂളൊന്നുമില്ല, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ സർക്കിൾ വരയ്ക്കാനൊക്കെ ആവശ്യം വരാണെങ്കിലോ. പിന്നെ കത്രികകൾ വെച്ചു. കത്രിക ഞാൻ കാണാൻ പാകത്തിനാണ് വയ്ക്കുന്നത്. ബുക്ക് മാർക്ക് എനിക്ക് വച്ചപ്പോൾ ജസ്റ്റ് അങ്ങനെ ഇഷ്ടമായില്ലാത്തതുകൊണ്ട് ഞാൻ ബുക്കിൻ്റെ ഇടയിൽ കയറ്റി വെച്ചു. പിന്നെ ആ പച്ച കളറ് സാധനം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, അത് ഞാൻ സോപ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. സോപ്പ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. കവാ സ്റ്റിക്കേഴ്സ് വെക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് വെച്ചത്. അങ്ങനെ അവസാനം ഞാൻ കവായ് സ്റ്റിക്കർ വെച്ചു കേട്ടോ. പിന്നെ പശ വെക്കണേന് എനിക്ക് ഡൗട്ടായിരുന്നു. പശ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാ ക്രാഫ്റ്റിലും നമുക്ക് പശ വേണ്ടി വരും, മിക്ക ക്രാഫ്റ്റിലും പശ വേണ്ടി വരും. ആദ്യം ഞാൻ അറ്റത്ത് വെക്കാൻ നോക്കി, പിന്നെ നമ്മളത് അവിടെ നിന്ന് എടുത്തു ഇപ്പുറത്ത് വെച്ചിട്ട് ഓർഗനൈസറിൽ വെക്കാൻ നോക്കിയിട്ട് ഞാൻ വീണ്ടും അത് എടുത്തോടെ തന്നെ വെച്ചു. പിന്നെ കുറച്ച് സ്റ്റിക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പൗച്ച് ഉണ്ടായിരുന്നു. പൗച്ചിനൊന്ന് കഴുകേണ്ട സമയമായി, എന്നാലും ഞാൻ എൻ്റെ മടി കാരണം കഴുകില്ല. പിന്നെ ഒരു കാർഡും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാർഡിൽ എന്താ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്ക്. കാർഡിൽ എഴുതിയത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആ കമൻറ്റ് പിന്നാക്കാം. അപ്പോൾ ഓക്കെ.